പെർസിസ്റ്റ് ചെയ്യാമെങ്കിൽ യേശു കണ്ണുനേർ കണ്ട് നിലവിളി കേട്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അനുസരണവും പ്രവൃത്തിയും കണ്ട് അത്ഭുതം ചെയ്തിരിക്കും. ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മളെല്ലാവരും ഒരുമിച്ചിങ്ങനെ കൂടിയിരിക്കുമ്പോൾ എനിക്കൊരു കാര്യം ധൈര്യമായിട്ടും ഉറപ്പായിട്ടും പറയാൻ പറ്റും. മറ്റൊന്നുമല്ല, നമ്മുടെ നടുവിൽ സാക്ഷാൽ യേശു കർത്താവ് വന്നു നിൽക്കുന്നുണ്ട്. കാരണം വിളിച്ചിരിക്കുന്നവർക്ക് അവൻ സമീപസ്ഥനായിരിക്കുന്ന ദൈവമാണ്. അവൻ ഒരിക്കലും ദൂരസ്ഥനല്ല. അവൻ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അവൻ സമീപസ്ഥനായ ദൈവമാണ്. അതുകൊണ്ട് ഇന്ന് നമ്മുടെ സമീപമുണ്ട്. നിങ്ങൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളറിയാതെ അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞു തന്നെ ആവാം, നിങ്ങളുടെ തൊട്ടടുത്ത് അദൃശ്യനായി നിങ്ങളുടെ കർത്താവ് കൂടെ ഇരിക്കുന്നുണ്ട്. എത്ര പേർ ചേർന്നൊരു ഹല്ലേലൂയ പറയും? അതുകൊണ്ട് ഏത് പ്രശ്നമാണെങ്കിലും അതിനുള്ളൊരു പരിഹാരം കൂടെ കർത്താവ് നിങ്ങൾക്ക് നൽകി തരും. ഇന്നത്തെ ഈ എപ്പിസോഡ് നമുക്ക് സാധ്യമാക്കി തീർത്ത നമ്മുടെ സ്പോൺസേഴ്സ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ നമുക്ക് എറണാകുളത്ത് നിന്ന് ഒരു വെൽവിഷറാണ്. ഭവനത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രോഗശാന്തിക്കും പുരോഗതിക്കും നന്ദി സൂചകമായിട്ടാണ് ഇത് സമർപ്പിച്ചിരിക്കുന്നത്. താങ്ക് യു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് വീണ്ടും നന്ദി പറയുന്നു. അങ്ങ് കൊടുത്ത എല്ലാ പ്രവൃത്തികൾക്കുമായിട്ട് നന്ദി പറയുന്നു. അടുത്ത് ബാലരാമപുരത്തുനിന്ന് ലാനിതയാണ്. ഇന്ന് മകൻ സിബിൻ ദാസിൻ്റെ ജന്മദിനമാണ്. ഹാപ്പി ബർത്ത്ഡേ സിബിൻ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവ്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മകൻ്റെ ഷുഗറും കൊളസ്ട്രോളും നോർമലാകുവാൻ, മകൻ്റെ ദാമ്പത്യ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങൾ ചേർന്നിപ്പോൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ, അങ്ങ് പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് ഇന്നത് സ്പോൺസർ ചെയ്ത എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ വ്യത്യാസങ്ങൾ വരുത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കാം. വെൽക്കം ബാക്ക്. ഒരു പുതിയ മോർണിംഗ് ഗ്ലോറി വീക്ക് ആരംഭിക്കുകയാണ്. ജനുവരി 1 മുതൽ ഈ വർഷത്തെ പ്രത്യേകിച്ചൊരു ട്രാക്കിലൂടെയാണല്ലോ നമ്മൾ പോകുന്നത്. നിങ്ങളുടെ ബ്ലെസ്സിങ് ടുഡേയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഡിവോഷണൽ ഡയറി എടുക്കുക. അതിൽ ഫെബ്രുവരി 23 മൺഡേ. വാവ്! കഴിഞ്ഞ ദിവസം ഇറ്റ് ഈസ് വെരി എൻകറേജിങ്. കൂർഗിൽ നിന്നുള്ളൊരു പ്രേമജ എന്ന് പറയുന്നൊരു സിസ്റ്റർ എനിക്ക് എഴുതിയത് ഒരു മോർണിംഗ് ഗ്ലോറി 7 പ്രാവശ്യം കണ്ടു ഒരു ദിവസം. റിപ്പീറ്റഡ്ലി കണ്ടു. ഒത്തിരി പേർക്ക് അയച്ചു കൊടുത്തു. ദാറ്റ്സ് വെരി എൻകറേജിങ്. ഇടയ്ക്കൊക്കെ അങ്ങനെ ഒരു മെസ്സേജ് അയക്കണേ. കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾ ഈ മോർണിംഗ് ഗ്ലോറിയെ പ്രയോജനപ്പെടുത്തുന്നു, എത്ര പേർക്ക് അയച്ചു കൊടുക്കുന്നു, എങ്ങനെയാണ് നിങ്ങളിത് യൂസ് ചെയ്യുന്നതെന്നൊക്കെ അറിയാൻ താല്പര്യമുണ്ട്. ഇതിന് മുമ്പോട്ടുള്ള മോർണിംഗ് ഗ്ലോറി യൂട്യൂബിൽ എടുത്തു നോക്കിയാൽ കമൻറ്റ് സെക്ഷനിൽ ഇതിൻ്റെ ബ്ലോഗ് ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ എല്ലാവർക്കും മലയാളം, എനിക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും കൂടി ചെയ്യാൻ പറ്റുന്നില്ല. എങ്കിലും ഞാൻ മാക്സിമം ഇംഗ്ലീഷും മലയാളവും പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. ചിലർക്ക് ബുദ്ധിമുട്ട് തോന്നിയാലും സോ ദാറ്റ് മലയാളം ഒത്തിരി ഫെമിലിയർ അല്ലാത്തവർക്ക് കൂടെ ഇത് പ്രയോജനപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ മോർണിംഗ് ഗ്ലോറി എപ്പിസോഡുകളിൽ കമൻറ്റ് സെക്ഷനിൽ ഏറ്റവും ടോപ്പിൽ അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇംഗ്ലീഷിൽ അതിൻ്റെ ഒരു നറേറ്റീവ് നിങ്ങൾക്ക് ലഭിക്കും. സോ എല്ലാവരും ഓരോ ദിവസവും മോർണിംഗ് ഗ്ലോറി കാണുമ്പോൾ അതിൻ്റെ വാക്യങ്ങൾ കുറിച്ചെടുക്കുക, മെയിൻ പോയിൻറ്റ്സ് ടൈപ്പ് ചെയ്യുക, ഇലസ്ട്രേഷൻസ്, സ്റ്റോറീസ് എല്ലാം, ഞാൻ പറയുന്നതെല്ലാം പ്രധാന പോയിൻറ്റുകളെല്ലാം ടൈപ്പ് ചെയ്യുക. അനേകരുടെ പ്രയോജനത്തിനായി നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ അത് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കാം. മാത്രമല്ല, നിങ്ങൾ എവിടെ നിന്നാണ് കാണുന്നത്, ലൈവ് ചാറ്റിലിട്ടാൽ പിന്നീട് ആരും അത് കാണില്ല. ഈ കമൻറ്റ് സെക്ഷൻ അറിയില്ലെങ്കിൽ ആരോടെങ്കിലും ചോദിച്ച്, പിള്ളേരോട് ചോദിച്ച് കണ്ടുപിടിക്കുക. അവിടെ നിങ്ങൾ എവിടെ നിന്ന് കാണുന്നു, എങ്ങനെ പ്രയോജനപ്പെടുന്നു, എത്ര നാളായി പ്രയോജനപ്പെടുന്നു, നിങ്ങളുടെ പേരെന്താണ്, നിങ്ങൾ ഏത് ചർച്ചിലാണ് പോകുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അങ്ങ് ഇട്ടോ. പരസ്പരം ഒന്ന് അറിയാനുള്ളൊരു കമ്മ്യൂണിറ്റി ഫീലിംഗ് അവിടെ നമുക്ക് കിട്ടും. സോ ഇന്നത്തേക്ക് പോയി ഇന്നത്തെ ഫോക്കസ് വേർഡ് ഈസ് ഫെയ്ത്ത് ആക്ഷൻ. വിശ്വാസത്തിൻ്റെ പ്രവൃത്തി. എല്ലാവരും ഒന്ന് പറഞ്ഞേ, എല്ലാവരും എഴുതിയേ, കമൻറ്റ് സെക്ഷനിലൊക്കെ ടൈപ്പ് ചെയ്തുക ഫെയ്ത്ത് ആക്ഷൻ. ആൻഡ് ഫോക്കസ് വേർഡ്സ് ഈസ് ജെയിംസ് ചാപ്റ്റർ 2 വേഴ്സ് നമ്പർ 18. യാക്കോബിൻ്റെ ലേഖനം 2:18.
ഷോ മി യുവർ ഫെയ്ത്ത് വിതൗട്ട് ഡീഡ്സ് ആൻഡ് ഐ വിൽ ഷോ യു മൈ ഫെയ്ത്ത് ബൈ മൈ ഡീഡ്സ്. അപ്പം നിങ്ങളുടെ വിശ്വാസത്തെ പ്രവൃത്തി കൂടാതെ കാണിച്ചതാ. അങ്ങനെയെങ്കിൽ ഞാനും എൻ്റെ വിശ്വാസത്തെ പ്രവൃത്തികളാൽ കാണിച്ചത്. ഒരു വെല്ലുവിളിയാണ്. ഡെക്ലറേഷൻ നോക്കാം. മൈ ഫെയ്ത്ത് ഈസ് അലൈവ് ത്രൂ ആക്ഷൻ ടുഡേ. ഇന്ന് എൻ്റെ വിശ്വാസം പ്രവൃത്തിയാൽ സജീവമായിരിക്കുന്നു, ജീവനുള്ളതായി മാറിയിരിക്കുന്നു. ഒബീഡിയൻസ് റിലീസസ് സൂപ്പർ നാച്ചുറൽ റിസൾട്ട്സ്. അനുസരണം അസാധാരണമായ അമാനുഷികമായ ഫലം ഉളവാക്കുന്നു. ബൈബിൾ റീഡിംഗ് പ്ലാൻ നിങ്ങളുടെ ഡയറിയിൽ നോക്കി ഇന്ന് തന്നെ വായിച്ച് തീർത്ത് ടിക്ക് ചെയ്യണം. ഓൾറൈറ്റ്. അപ്പോൾ ഫെയ്ത്ത് ആക്ഷനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ കുറിച്ച് വെക്കണം. ചിലരൊക്കെ മിടുക്കന്മാരും മിടുക്കികളുമാണ്. ഒപ്പം തന്നെ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ട്സ് ആദ്യം എഴുതുക, അതിനുശേഷം നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ അത് ടൈപ്പ് ചെയ്തിടാം. അല്ലെങ്കിൽ ചിലർ ചെയ്യുന്നത് ആദ്യം ഇരുന്ന് കേൾക്കും. ശരിക്കും ഭക്തിയോടെ പ്രാർത്ഥനയോടെ അല്പം വെള്ളമൊക്കെ കുടിച്ച് ഇരുന്ന് കേൾക്കുക. എന്നിട്ട് പിന്നീട് പല പ്രാവശ്യം കേട്ട് തന്നെ അങ്ങനെ സമയമുള്ളവരങ്ങനെ ചെയ്യട്ടെ. ചിലരൊക്കെ ജോലിയിലും തിരക്കിലും, ചിലർ യാത്രയിലായിരിക്കും ഇത് കേൾക്കുന്നത്. നോ പ്രോബ്ലം. സമയം പോലെ ഒരു പ്രാവശ്യം കൂടിയൊക്കെ ഒന്ന് കേട്ട് നോട്ട്സ് കുറിക്കാൻ മറക്കരുത്. നൗ ആദ്യത്തെ ഒന്ന്, ഫെയ്ത്ത് ഈസ് പ്രൂവൻ ബൈ ആക്ഷൻ. വിശ്വാസം തെളിയിക്കപ്പെടുന്നത് പ്രവൃത്തിയിലൂടെയാണ്. അങ്ങനെ പറയാൻ കാരണം ഫെയ്ത്ത് ഈസ് നോട്ട് മിയർലി ബിലീവിങ് ഇൻ ദ ഹാർട്ട്. നമ്മൾ വിശ്വാസം എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ അകത്ത് വരുന്നത് ഉള്ളിലിങ്ങനെ ഹൃദയത്തിലിങ്ങനെ വിശ്വസിക്കുന്നതിനെ കുറിച്ചാണ്. അല്ല ആദ്യത്തെ നമ്മുടെ കോൺസെപ്റ്റ്. ഇറ്റ്സ് ഡെമോൺസ്ട്രേറ്റിംഗ് ത്രൂ ഒബീഡിയൻസ്. അത് ശരിയാണെങ്കിൽ ഉള്ളിലാണ് വിശ്വസിക്കുന്നതെങ്കിലും അത് പ്രകടമാകുന്നത് അനുസരണത്തിലൂടെയാണ്. നമ്മൾ ആ വിശ്വാസം അനുസരിച്ച് ചെയ്യുന്നതിലൂടെയാണ്. ട്രൂ ഫെയ്ത്ത് മൂവ്സ് ബിയോണ്ട് കൺഫെഷൻ ഇൻ ടു പാർട്ടിസിപ്പേഷൻ. സത്യവിശ്വാസം, ശരിക്കുള്ള വിശ്വാസം എങ്ങനെയാണെന്നറിയാമോ? നമ്മൾ വിശ്വസിച്ചു വാഗൊണ്ട് ഏറ്റുപറയുന്നു. ഇതൊക്കെ ശരിയാണെങ്കിലും ബേസിക്കലി അതാണ് ചെയ്യേണ്ടതെങ്കിലും അതിനപ്പുറത്തൊരു പങ്കാളിത്തത്തിലേക്ക് അത് കൊണ്ടുവരും. എന്ന് വെച്ചാൽ അതിനെ ബേസ് ചെയ്ത് ചില കാര്യങ്ങൾ നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങും. ജെയിംസ് ടീച്ചസ് ദാറ്റ് ഫെയ്ത്ത് വിത്തൗട്ട് വർക്ക്സ് ഈസ് ഡെഡ്. യാക്കോബ് അപ്പസ്തോലൻ. യാക്കോബ് ആരാണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പസ്തോല പ്രവൃത്തികൾ 12-ാം അധ്യായത്തിൽ കാണുന്ന യാക്കോബ് അല്ല ഇത്. 12-ാം അധ്യായത്തിൻ്റെ ആദ്യ വചനത്തിൽ യാക്കോബിനെ അവർ വാൾ കൊണ്ട് കൊന്നു എന്ന് പറയുന്നുണ്ട്. അത് യാക്കോബ് അപ്പസ്തോലനാണ്. എന്നാൽ ഈ യാക്കോബ് അപ്പസ്തോലൻ യേശുവിൻ്റെ ഹാഫ് ബ്രദറാണ്. ഒറ്റ വീട്ടിൽ ജനിച്ചു വളർന്ന യേശുവിൻ്റെ ഇളയ സഹോദരനാണ്. ഹാഫ് ബ്രദറാണ്, യങ്കർ ബ്രദറാണ്. ഒറ്റ വീട്ടിൽ ജനിച്ചു വളർന്ന ആളാണ്. അപ്പോൾ ജെയിംസ് ടീച്ചസ് ദാറ്റ് ഫെയ്ത്ത് വിത്തൗട്ട് വർക്ക്സ് ഈസ് ഡെഡ്. യാക്കോബ് അപ്പസ്തോലൻ ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഫെയ്ത്ത് വിത്തൗട്ട് വർക്ക്സ് ഈസ് ഡെഡ്. പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം ചത്തതാവും, മരിച്ചിരിക്കുന്നു, അതിന് ജീവനില്ല. ഹൃദയത്തിൽ വിശ്വസിച്ച് ഒന്നും ചെയ്യാതിരിക്കുന്നതല്ല വിശ്വാസം. ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആ വിശ്വാസത്തെ അധിഷ്ഠിതമാക്കി ചില കാര്യങ്ങൾ ആക്ട് ചെയ്യണം, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പ്രവർത്തിക്കണം. ഇവിടെ ഹീസ് നോട്ട് സ്പീക്കിംഗ് അബൌട്ട് ഏർണിങ് സാൽവേഷൻ ബട്ട് അബൌട്ട് ലിവിങ് എവിഡൻസ്. ഈ രക്ഷ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി നമ്മളൊന്നും പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല, വിശ്വസിച്ചാൽ മാത്രം മതി. പക്ഷെ ഒരിക്കൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പ്രവർത്തിക്കാൻ തുടങ്ങണം. കേൾക്കുന്നുണ്ടോ? എഫെസ്യർ ലേഖനം 2:10 അത് പറഞ്ഞിട്ടുണ്ട്. നാം അവൻ മുന്നൊരുക്കിയിരിക്കുന്ന സൽപ്രവൃത്തികൾക്കായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ രക്ഷിക്കപ്പെടാൻ വേണ്ടി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, വിശ്വസിച്ചാൽ മതി. പക്ഷെ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ രക്ഷയിൽ നിന്നുകൊണ്ട് പല കാര്യങ്ങളും നമ്മൾ പ്രവർത്തിക്കണം. അപ്പോൾ ഇവിടെ യാക്കോബ് പറയുന്നത് ഹീസ് നോട്ട് സ്പീക്കിംഗ് അബൌട്ട് ഏർണിങ് സാൽവേഷൻ, രക്ഷ സമ്പാദിക്കുന്നതിനെ കുറിച്ചല്ല, ബട്ട് അബൌട്ട് ലിവിങ് എവിഡൻസ്, ആ രക്ഷിക്കപ്പെട്ടതിൻ്റെ തെളിവായി ജീവിക്കുന്നതിനെ കുറിച്ചാണ്. ഇവിടെ ജെയിംസ് 2:17 എടുത്താൽ, യാക്കോബ് 2:17, ഫെയ്ത്ത് ബൈ ഇറ്റ്സെൽഫ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് അക്കംപനീഡ് ബൈ ആക്ഷൻ ഇസ് ഡെഡ്. വിശ്വാസം മാത്രം നമ്മൾ എടുക്കുന്നു,
അല്ലെങ്കിൽ വിശ്വാസത്തോടൊപ്പം ഒരു പ്രവൃത്തി അനുഗമിക്കുന്നില്ലെങ്കിൽ അത് ചത്തതാവും. ഹീബ്രൂസ് 11:8 നോക്കാമോ? എബ്രായലേഖനം 11:8 ബൈ ഫെയ്ത്ത് എബ്രഹാം ഒബെയ്ഡ് ആൻഡ് വെൻറ്റ്. അബ്രഹാം ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളായിരുന്നു, ദൈവവിശ്വാസിയായിരുന്നു. എന്നാൽ ദൈവം ഒരു കാര്യം പറഞ്ഞപ്പോൾ അവൻ അത് ചെറിയ കാര്യമല്ല പറഞ്ഞത്. അവൻ്റെ സ്ഥലം, അവൻ്റെ ബന്ധുക്കൾ, കുടുംബം എല്ലാം ഇട്ടിട്ട് ദൈവം ഒരു സ്ഥലം കാണിക്കുക, അവിടേക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ അവൻ വിശ്വസിച്ച് വീട്ടിലിരിക്കുകയല്ല ചെയ്തത്, വിശ്വസിച്ച് പുറപ്പെട്ടു. അതാണ് യഥാർത്ഥ വിശ്വാസം. ലൂക്കോസ് 6:46, ലൂക്ക് 6:46. Why do you call me Lord, Lord, and do not do what I say? നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നുവെങ്കിലും ഞാൻ പറയുന്നത് എന്തുകൊണ്ട് നിങ്ങൾ അനുസരിക്കുന്നില്ല? ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുള്ള ഓരോ വിത്തിനകത്തും ജീവനിരിപ്പുണ്ട്, ഒരു ഭാവി ഇരിപ്പുണ്ട്. കാരണം നമുക്ക് കണ്ണുകൾ കൊണ്ട് വായിക്കാൻ കഴിയാത്ത, പത്രങ്ങളൊക്കെ നമുക്ക് വായിക്കാം, പക്ഷേ കണ്ണുകൊണ്ട് വായിക്കാൻ കഴിയാത്ത കോഡുകൾ, സീക്രട്ട് കോഡുകൾ ഒരു വിത്തിൻ്റെ അകത്ത് വളരെ ചെറുതായിരിക്കാം. അരിമണിയുടെ അത്രയുള്ളൊരു വിത്തിൻ്റെ അകത്ത്, കടുകുമണിയുടെ അത്രയുമുള്ള വിത്തിൻ്റെ അകത്ത് ചില ജനറ്റിക് കോഡുകൾ കർത്താവ് എഴുതി ചേർത്തിട്ടുണ്ട്. എന്നാൽ ആ സീഡ് കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം, ഒരു ഡബ്ബയിലിട്ട് വെച്ചിരിക്കുന്നിടത്തോളം കാലം ഒന്നും സംഭവിക്കാതെ അതുപോലെ തന്നെ ഇരിക്കും. എന്നാൽ അത് പ്ലാന്റ് ചെയ്യുമ്പോൾ, നിലത്ത് കുഴിച്ചിടുമ്പോൾ ഭയങ്കരമായ ഒരു വളർച്ച അതിനുണ്ടാകും. ഇതുപോലെ തന്നെ വിശ്വാസം, നമ്മൾ ആക്ഷനിലൂടെ ഒരു വിശ്വാസത്തെ അധിഷ്ഠിതമായി നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ അതിൽ നിന്നും ഒരു കൊയ്ത്ത്, അതിൽ നിന്നും അതിൻ്റെ ഫലമുളവാകും. നമ്പർ 2 എഴുതുക. ഒബീഡിയൻസ് ആക്ടിവേറ്റ് സൂപ്പർ നാച്ചുറൽ ഇൻ്റർവെൻഷൻ. അനുസരണമാണ് അസാധാരണമായ ഇടപെടലുകൾ സജീവമാക്കുന്നത്. അനുസരിച്ച് കഴിയുമ്പോൾ അസാധാരണമായ ഒരു ഇടപെടൽ അവിടെ ഉണ്ടാവും. ത്രൂ ഔട്ട് സ്ക്രിപ്ചർ മിറക്കിൾസ് ഫോളോഡ് ഒബീഡിയൻസ്. ഈ തിരുവെഴുത്ത് മൊത്തം നോക്കുമ്പോൾ മിറക്കിൾസ് ഫോളോഡ് ഒബീഡിയൻസ്. എല്ലാ അത്ഭുതങ്ങളും ഒരു അനുസരണത്തെ പിന്തുടർന്നാണ് സംഭവിച്ചത്. ഒന്നുകൂടി പറയാം, തിരുവെഴുത്തിലെ അത്ഭുതങ്ങളെല്ലാം ആരെങ്കിലും ദൈവത്തെ അനുസരിച്ചപ്പോഴാണ് ഉത്ഭവിച്ചത്. ഉദാഹരണത്തിന് റെഡ് സീ, ചെങ്കടലിനെടുത്താൽ ഇറ്റ് ഡിഡ് നോട്ട് പാർട്ട് വെൻ മോസസ് പ്രേഡ് അലോൺ. ഈ മോശയും 30 ലക്ഷം ആളുകളും വാവിട്ട് കരഞ്ഞ സമയത്ത് ചെങ്കടൽ പിളർന്നില്ല. കേൾക്കുന്നുണ്ടോ? എന്നാൽ ഇറ്റ് പാർട്ടഡ് വെൻ ഹി സ്ട്രെച്ച്ഡ് ഔട്ട് ഹിസ് റോഡ്. എന്നാൽ തൻ്റെ വടി നീട്ടിയപ്പോഴാണ് ആക്ഷൻ. എല്ലാവരും എന്ന് പറഞ്ഞ ആക്ഷൻ. വടി നീട്ടിയപ്പോഴാണ് ഇത് നടന്നത്. വാവ്, കമൻറ്റ് സെക്ഷനിലൊക്കെ ടൈപ്പ് ചെയ്തിടണേ. അതായത് ചുമ്മാ വിശ്വസിച്ചുകൊണ്ടോ കുറേ കരഞ്ഞ് പ്രാർത്ഥിച്ചതുകൊണ്ടോ അത്ഭുതങ്ങൾ നടക്കണമെന്നില്ല. ദൈവത്തിൽ വിശ്വസിച്ച് വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ചിലത് പ്രവർത്തിക്കുമ്പോഴാണ് അത്ഭുതം നടക്കുന്നത്. യേശു വെള്ളം വീഞ്ഞാക്കുന്ന സമയത്ത് വെള്ളം അവിടെയൊക്കെ ഇരിപ്പുണ്ട്. പക്ഷേ യേശു പറയുകയാണ്, നിങ്ങൾ ഈ 6 കൽഭരണികളിൽ വെള്ളം നിറപ്പിൻ. അവരതനുസരിച്ച് കൽഭരണികൾ വെള്ളം നിറക്കാൻ തുടങ്ങിയപ്പോഴാണ് അത്ഭുതം നടന്നത്. അപ്പോൾ ഒരു ആക്ഷൻ അവിടെ ഉണ്ട്, അനുസരണത്തിൻ്റെ ആക്ഷൻ. എക്സഡസ് 14:16 റേസ് യുവർ സ്റ്റാഫ് ആൻഡ് സ്ട്രെച്ച് ഔട്ട് യുവർ ഹാൻഡ്. മോശയോട് ദൈവം പറയുകയാണ്, നിൻ്റെ വടി ഉയർത്തി, വടി നീട്ടി പിടിക്കാൻ പറഞ്ഞു ചെങ്കടലിൻ്റെ നേരെ. ദൈവത്തിന് നേരെ അങ്ങ് ചെയ്താൽ പോരെ? നോ, ഗോഡ് വാണ്ട്സ് ടു ഡു എവറിത്തിങ് ഇൻ പാർട്ട്ണർഷിപ്പ് വിത്ത് അസ്. നമ്മുടെ ഒരു പങ്കാളിത്തത്തിൽ ഭൂമിയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി അങ്ങനെയാണ്. മനുഷ്യൻ്റെ സഹകരണത്തോടുകൂടെ, കേൾക്കുന്നുണ്ടോ? മനുഷ്യൻ്റെ പങ്കാളിത്തത്തോടുകൂടെ ചിലത് ചെയ്യണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ വീട്ടിലൊരു അത്ഭുതം നടക്കണം. ദൈവത്തിൻ്റെ മെത്തേഡ് എങ്ങനെയാണ്? ആകാശത്ത് ഇങ്ങനെ പൊട്ടി ഇറക്കുന്നതിനേക്കാൾ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെറുതെ ചുമ്മാ നടക്കുന്നതിനേക്കാൾ ആ കുടുംബക്കാരുമായി, അവിടുത്തെ ഫാമിലി ഹെഡ് അല്ലെങ്കിൽ അവിടുത്തെയുള്ള ആരെങ്കിലുമൊക്കെ ആയിട്ട്, പ്രാർത്ഥിക്കുന്നവരുമായിട്ട്, ദൈവമക്കളുമായിട്ട് പാർട്ട്ണർഷിപ്പിലാണ് ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നത്. ഈ അപ്പം വർദ്ധിപ്പിക്കുന്ന സമയത്ത് അറിയാമല്ലോ, ഒരു മോൻ്റെ ലഞ്ച് ബോക്സിൽ 5 അപ്പവും 2 മീനും ഉണ്ടായിരുന്നു. അതെടുത്തിട്ടാണ് കർത്താവ് ചെയ്തത്. ദാറ്റ് ഈസ് പാർട്ട്ണർഷിപ്പ്. അത്ഭുതങ്ങൾക്കൊരു പാർട്ട്ണർഷിപ്പ് ആവശ്യമാണ്. നമ്മൾ വിശ്വസിക്കണം,
നമ്മൾ അനുസരിക്കണം, നമ്മൾ ചിലത് പ്രവർത്തിക്കണം. അപ്പോഴാണ് ദൈവത്തിൻ്റെ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുക. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? പ്രൈസ് ഗോഡ്. ഇനി ജോൺ 2:7 നോക്കുക. ഫിൽ ദ ജാർസ് വിത്ത് വാട്ടർ. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ തുരുത്തികൾ വെള്ളം കൊണ്ട് നിറപ്പിൻ എന്ന് കർത്താവ് പറയുന്നു. 2 Kings chapter 4 verse 3-5. 2 രാജാക്കന്മാർ 4-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വചനങ്ങളിൽ. ദ വിഡോ ഗാദർഡ് ജാർസ് ബിഫോർ ദ ഓയിൽ മൾട്ടിപ്ലൈ. പ്രവാചകൻ്റെ അടുക്കൽ വന്നപ്പോൾ പട്ടിണിയാണ്, ഞങ്ങൾ ചാകാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ എന്താണ് വീട്ടിലുള്ളത്? ഒരു തുരുത്തി എണ്ണ, കുറച്ച് എണ്ണ മാത്രമേ ഉള്ളൂ. ആ വിധവയോട് പറയാണ്, നിങ്ങൾ അയൽപക്കങ്ങളിൽ നിന്നെല്ലാം ജാറുകൾ മേടിച്ചുകൊണ്ട് വരണം, എന്നിട്ട് അതിലേക്കാണ് ഒഴിക്കേണ്ടത്, അതിലേക്ക് പകരണം. അപ്പോൾ അവിടെ ഒരു പാർട്ട്ണർഷിപ്പ് കണ്ടോ? ദൈവം ശക്തിമാനാണ്, ദൈവം സർവശക്തനാണ്. ദൈവത്തിന് ശക്തി റിലീസ് ചെയ്യാൻ കഴിയും. പക്ഷെ നമ്മൾ സ്വിച്ച് ഓൺ ആക്കണം. ഒരു ലൈറ്റ് വരണമെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡ് നമുക്ക് കൊണ്ടുവന്നിരിക്കുന്ന കണക്ഷനിൽ ചാർജ് വന്ന് വീട്ടിൽ നിൽപ്പുണ്ട്. പക്ഷേ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ മാത്രമാണ് ലൈറ്റ് വരുന്ന പവർ റിലീസാകും. ഇതുപോലെ ആ സ്വിച്ചാണ് അനുസരണം. നമ്മൾ അനുസരിക്കുമ്പോഴാണ് പവർ റിലീസാകുന്നത്. നമ്പർ 3, ഫെയ്ത്ത് ടേക്സ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ബിഫോർ സീയിങ് ദ ഫുൾ പാത്ത്. വഴി മുഴുവൻ നമുക്ക് കണ്ടുകൂടാ, റൂട്ട് മാപ്പ് നമുക്ക് നമ്മുടെ കയ്യിലില്ല, ബിഗ് പിക്ചറില്ല. എങ്കിലും നമ്മൾ ആദ്യത്തെ ചുവടങ്ങ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പേരാണ് വിശ്വാസം. ഫെയ്ത്ത് ഡസ് നോട്ട് വെയിറ്റ് ഫോർ ക്ലാരിറ്റി. മുഴുവൻ വ്യക്തമാകാൻ വേണ്ടി വിശ്വാസം ഒരിക്കലും കാത്തു നിൽക്കുന്നില്ല. ഇറ്റ് മൂവ്സ് ഓൺ കൺവിക്ഷൻ. എന്നാൽ ഉള്ളിലൊരു ബോധ്യമുണ്ട്, ദൈവമാണ് വിളിച്ചത്, ദൈവമാണ് കൽപ്പിച്ചത്, അതുകൊണ്ട് ഞാനങ്ങ് ഇറങ്ങുകയാണ്. മെനി ഡിലേ മിറക്കിൾസ് ബിക്കോസ് ദേ ഡിലേ ആക്ഷൻ. ഒത്തിരി പേരും ഒന്നും പ്രവർത്തിക്കാത്തതുകൊണ്ട്, ആദ്യ ചുവടെടുക്കാത്തത് കൊണ്ട് ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ അവർ വൈകിക്കുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തിരുന്നെങ്കിൽ പണ്ടേ മിറക്കിൾ സംഭവിച്ചേനെ. പീറ്റർ വാക്ക്ഡ് ഓൺ വാട്ടർ നോട്ട് വെൻ ഹീ ഫെൽറ്റ് സെക്യൂർ. ഉദാഹരണത്തിന് പത്രോസ് വെള്ളത്തിൻ്റെ മീതെ, യേശു വെള്ളത്തിൻ്റെ മീതെ നടന്നു, ആർക്കും ഒരു അത്ഭുതമില്ല, കാരണം യേശു ദൈവമാണ്. എന്നാൽ പത്രോസ് നടന്ന ഒരു അത്ഭുതമാണ്. യേശുവിനോട് പെർമിഷൻ ചോദിച്ചിട്ടൊക്കെ അറിയും, പക്ഷേ എന്നാൽ അത് മുങ്ങുമോ താഴുമോ എന്നൊന്നും പത്രോസ് നോക്കിയെന്നില്ല. എല്ലാം അറിയില്ലെങ്കിലും വിശ്വാസത്താൽ ആദ്യ ചുവടെടുത്തു. ബട്ട് വെൻ ഹി സ്റ്റെപ്ഡ് ഔട്ട് ഓഫ് ദ ബോട്ട്, തൻ്റെ വഞ്ചിയിൽ നിന്നും വെള്ളത്തിലേക്ക് ആ കാലെടുത്ത് വെച്ച് അങ്ങ് നടക്കാൻ തുടങ്ങിയപ്പോൾ അങ്ങ് നടന്നു. പിന്നെ ഇടയ്ക്ക് വെച്ച് പ്രശ്നമുണ്ടായത് കൊടുങ്കാറ്റിനെ കണ്ട് പേടിച്ചപ്പോഴാണ്. വിശ്വസിച്ചപ്പോഴൊന്നും അവൻ താഴ്ന്നില്ല. മത്തായി 14:29 അത് കാണുന്നത്. Then Peter got down out of the boat, walking on the water. അങ്ങനെ പത്രോസ് വഞ്ചിയിൽ നിന്നിറങ്ങി വെള്ളത്തിൻ്റെ മുകളിൽ നടക്കാൻ തുടങ്ങി. 2 Corinthians 5:7 പറയുന്നത്, 2 Corinthians 5:7, for we live by faith not by sight. നാം കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. യോശുവയുടെ പുസ്തകം 3:13 വായിക്കുമ്പോൾ, Joshua 3:13, the Jordan stopped when the priest's feet touched the water. യോർദാൻ എപ്പോഴാണ് നിന്നത്? യോർദാൻ നദി ശക്തമായി ഒഴുകിക്കൊണ്ടിരിക്കുക. എന്നാൽ പുരോഹിതന്മാരുടെ കാലുകൾ വെള്ളത്തിൽ സ്പർശിച്ചപ്പോൾ യോർദാനിലെ ഒഴുക്ക് നിന്നു. വാവ്. വിശ്വാസത്താൽ ചില കാൽ ചുവടുകൾ എടുത്തു വയ്ക്കുമ്പോൾ ചില അടിയൊഴുക്കുകൾ, നിങ്ങൾക്കെതിരെയുള്ള ചില പ്രശ്നങ്ങൾ, അതെല്ലാം അവിടെ നിൽക്കും. ഇങ്ങനൊരു സ്റ്റെയർ കേസ് ഉണ്ടെന്ന് വിചാരിക്കുക, ആധുനികമായ സ്റ്റെയർ കേസാണ്. ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ അവിടെ ചെറിയ ചില ലൈറ്റുകളുണ്ട്, ആ ലൈറ്റ് അങ്ങ് കത്തും. അടുത്ത സ്റ്റെപ്പിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ അവിടെ ഇങ്ങനെ ചുറ്റോട് ചുറ്റും ഒരു ചെറിയ LED ബൾബുണ്ട്, അത് കത്തും. അടുത്തതിൽ കത്തും. ഇതുപോലെയാണ് ഓരോ ഫസ്റ്റ് വിസിബിൾ സ്റ്റെപ്പ് എടുത്ത് കഴിയുമ്പോൾ അടുത്തത് ചുവട് എടുത്ത് വയ്ക്കുമ്പോൾ ലൈറ്റ് കത്താൻ തുടങ്ങും എന്ന് പറഞ്ഞ പോലെ അടുത്തതിന് വേണ്ടി അടുത്ത ചുവടുകൾക്ക് വേണ്ടി കർത്താൽ വിശ്വസിക്കുക, അത് പ്രകാശമാനമായി കൊണ്ടേയിരിക്കും. ഇനി ഒരു പോയിന്റ് കൂടെ എനിക്ക് പറയാനുണ്ട്. ആക്റ്റീവ് ഫെയ്ത്ത് പ്രൊഡ്യൂസസ് ബ്രേക്ക് ത്രൂ. വളരെ ജീവനുള്ള പ്രവൃത്തിയോടുകൂടിയുള്ള വിശ്വാസം അസാധാരണമായ വിടുതലുകളെ കൊണ്ടുവരും. ഫെയ്ത്ത് ദാറ്റ് ആക്ട്സ് ക്രിയേറ്റ്സ് മൂവ്മെൻറ്റ് ദ സ്പിരിച്വൽ. കാരണം വിശ്വാസത്തോടുകൂടിയ ചില പ്രവൃത്തികൾ ആത്മമണ്ഡലത്തിൽ ചില വലിയ ചലനങ്ങൾ ഉളവാക്കും.
ബ്ലൈൻഡ് ബാർത്തിമേയുസ് ക്രൈഡ് ഔട്ട്. നമുക്കറിയാം, കുരുടനായ ബാർത്തിമായി ഭയങ്കരമായ ദാവീദ് പുത്രാ എന്ന് പറഞ്ഞുകൊണ്ട് കരയുകയാണ്. അപ്പോൾ ആ ഒരു വിശ്വാസത്താലുള്ളൊരു നിലവിളി രക്തസ്രാവക്കാരി സ്ത്രീ ചെയ്തത് എന്താണ്? ആ ക്രൗഡിനിടയിലൂടെ അവൾ വിശ്വാസത്താൽ ഞെരുക്കി മുന്നിലേക്ക് പോയി. ദ പാരാലിറ്റിക്സ് ഫ്രണ്ട്സ് റിമൂവ് ദ റൂഫ്. വിശ്വാസം ഉണ്ടായിരുന്നത് കൊണ്ടാണ് പക്ഷപാതക്കാരനെ 4 പേർ ചുമന്നുകൊണ്ട് പോകുമ്പോൾ, കട്ടിലെടുത്തുകൊണ്ട് പോകുമ്പോൾ അവർക്കൊരു വിശ്വാസമുണ്ട്, യേശു നിരാശപ്പെടുത്തില്ല. അതുകൊണ്ട് മുകളിലെ റൂഫ് പൊളിച്ച് ഇറക്കാൻ തുടങ്ങി. മാർക്ക് 10:48 up to 52. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 48 മുതൽ 52 വരെ വായിക്കുമ്പോൾ ബാർത്തിമേയുസ് പെർസിസ്റ്റഡ് ആൻഡ് റിസീവ്ഡ് സൈറ്റ്. ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഭർത്യമായി ദാവീദ് പുത്രാ എന്നോട് കരുണയുണ്ടാകണം, എന്നോട് കരുണയുണ്ടാകണം, എന്നോട് കരുണയുണ്ടാകണം നിർത്താതെ. അപ്പോൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടായത്, ആളുകളെല്ലാം കൂടെ വന്നിട്ട് പറയും, മിണ്ടാതിരിക്കും, ബഹളം ഉണ്ടാക്കല്ലേ, ഒച്ചപ്പാടുണ്ടാക്കല്ലേ. എല്ലാവരും വളരെ മാന്യമായി നിൽക്കുമ്പോൾ നീ മാത്രം കാറല്ലേ. അവനെ അടക്കാൻ ശ്രമിച്ചു. പക്ഷേ അവനെ അടക്കാൻ ശ്രമിക്കുന്നിടത്തോളം അവൻ അതിഭയങ്കരമായി കരയാൻ തുടങ്ങി. പക്ഷെ ആ കരച്ചിലിൽ അന്ന് അവൻ്റെ ലോകം മാറി, അവൻ്റെ വേൾഡ് മാറി ഇല്ലേ? ഇതുപോലെ ഇന്ന് ഞാൻ ചിലരോട് സഹോദരങ്ങൾ പറയാം, നിർത്തരുത്, നിങ്ങളെ പ്രാർത്ഥന നിർത്തിക്കളയരുത്. വിശ്വാസത്താൽ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നത് നിർത്തരുത്. വിശ്വാസത്താൽ നിങ്ങളെ ശുശ്രൂഷ നിർത്തരുത്. എത്ര പേര് നിങ്ങളെ അടിച്ചമർത്തി ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകാത്ത വണ്ണം നിങ്ങളെ തടഞ്ഞാലും വിട്ടുകൊടുക്കരുത്. പെർസിസ്റ്റ് ചെയ്യാമെങ്കിൽ യേശു കണ്ണുനേർ കണ്ട് നിലവിളി കേട്ട് നിങ്ങളെ വിശ്വാസത്തിൻ്റെ അനുസരണവും പ്രവൃത്തിയും കണ്ട് അത്ഭുതം ചെയ്തിരിക്കും. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 27-29, മാർക്ക് 5:27-29 വായിക്കുമ്പോൾ ദ ബ്ലീഡിങ് വുമൺ ഷീ ടച്ച്ഡ് ഹിസ് ഗാർമെൻറ്റ് ആൻഡ് വാസ് ഹീൽഡ്. വിശ്വാസത്താൽ ചെന്ന് വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊടുന്നു, അവൾ സൗഖ്യമാകുന്നു. മാർക്ക് 2:4-5, മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 4-5 വായിക്കുമ്പോൾ ജീസസ് സോ their faith and forgave and healed. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പാപങ്ങളെല്ലാം ക്ഷമിച്ച് അവരെ സൗഖ്യമാക്കി എന്ന് കാണുന്നു. അങ്ങനെ വരുമ്പോൾ എൻ്റെ ചോദ്യമാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രത്യേകിച്ച് ഈ ഫെബ്രുവരി, ദിസ് ഈസ് ദ മന്ത് ഓഫ് ബ്രേക്ക് ത്രൂസ് അല്ലേ? സൂപ്പർ നാച്ചുറൽ ബ്രേക്ക് ത്രൂസാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വരേണ്ട ബ്രേക്ക് ത്രൂസ് എന്താണോ? അതിനുവേണ്ടി എന്ത് പ്രവൃത്തി ചെയ്യും? നിങ്ങൾ ഈ നോട്ട്സ് എഴുതുന്ന പേജിൽ, ഈ ഡിവോഷൻ ഡയറിയിലെ ആ പേജിൽ തന്നെ ഏറ്റവും താഴെ നിങ്ങൾ എഴുതുക, എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്ന വിശ്വാസത്തെ അധിഷ്ഠിതമാക്കിയുള്ള എൻ്റെ ഭാഗത്തുള്ള പ്രവൃത്തി എന്താണ്? അതങ്ങ് ചെയ്യുക. കുഞ്ഞുങ്ങളില്ലാത്തവർ സാധാരണ വിശ്വാസത്താൽ അവർ കുഞ്ഞുടുപ്പ് മേടിച്ച് വയ്ക്കും. അല്ലെങ്കിൽ വീടില്ലാത്തവർ, ഞങ്ങളൊക്കെ ചെയ്തിട്ടുള്ള കാര്യം, വീടില്ലാത്തവർ വീടിൻ്റെ പ്ലാനങ്ങ് വരച്ച് വയ്ക്കും. എനിക്ക് പണ്ട് വർഷം ചെറുതായിരുന്ന സമയം, ഒരു ചെറുപ്പക്കാരനായിരുന്ന സമയത്ത് എനിക്കൊരു ബൈക്ക് വേണം. ഞാൻ ചെയ്തത് ബൈക്കിൻ്റെ ഡയറിയിൽ വരച്ചു വെച്ചു. അല്ലെങ്കിൽ ഏതൊരു ഷോറൂമിൽ ചെന്നിട്ട് ഒരു പാംപ്ലെറ്റ് അവിടെ നിന്ന് മേടിച്ചു. അതിൽ ബൈക്കിൻ്റെ ഫോട്ടോ എടുത്തു വെച്ചു, പ്രാർത്ഥിച്ചു. എനിക്ക് ബൈക്ക് കിട്ടി കുറച്ച് നാൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇതുപോലെ ചില പ്രവൃത്തികൾ വിശ്വാസത്താൽ നമ്മൾ ചെയ്യാൻ തുടങ്ങുക. ഓർക്കേണ്ട കാര്യം, ഫെയ്ത്ത് ഈസ് നോട്ട് പാസീവ്. ഒരിക്കലും വിശ്വാസം നിഷ്ക്രിയമല്ല. കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നതല്ല വിശ്വാസം. ഞാൻ ദൈവവിശ്വാസിയാണ്, കർത്താവ് ഉണ്ടെന്ന് എനിക്കറിയാം, അത് പിശാചിനും അറിയാം. കൂടുതലായി നിങ്ങൾ ചെയ്യുന്നതിനെ കൂടുതലായി പൈശാചിക ശക്തികൾ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു, പേടിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ പല വിശ്വാസികളെന്ന് പറയുന്നവരും വിശ്വസിച്ചിട്ട് ഒന്നും ചെയ്യാതിരിക്കുക. അങ്ങനെയല്ല, ആക്ട് അപ്പോൺ ദാറ്റ് ഫെയ്ത്ത്. ഫെയ്ത്ത് ഈസ് നോട്ട് സൈലൻറ്റ്. വിശ്വാസം ഒരിക്കലും നിശബ്ദമല്ല. ഫെയ്ത്ത് ഈസ് നോട്ട് തിയോററ്റിക്കൽ. സൈദ്ധാന്തികമല്ല വിശ്വാസം. ഏതെങ്കിലും ക്രീഡുകളിലും സിദ്ധാന്തങ്ങളിലും വിശ്വസിക്കുന്നതല്ല. ബിക്കോസ് ഫെയ്ത്ത് മൂവ്സ്, ഫെയ്ത്ത് ഒബേയ്സ്, ഫെയ്ത്ത് ആക്ട്സ്. വിശ്വാസം ചലിക്കും, അനുസരിക്കും, പ്രവർത്തിക്കും. അപ്പോൾ നമ്മൾ ചുമ്മാ ഹൃദയത്തിൽ വിശ്വസിക്കുകയല്ല. യു ഹാവ് ടു മൂവ്, യു ഹാവ് ടു ഡു സംതിങ്. എന്താണെന്ന് ചെയ്യേണ്ടത്? ഈ ദിവസങ്ങളിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ചിന്തിക്കുക. ഉദാഹരണത്തിന്,
വലിയ പൈസയുടെ ആവശ്യത്തിൽ നിൽക്കുക, പണം വേണം. അപ്പോൾ എന്ത് ചെയ്യണം? ഉള്ളതിൽ നിന്നും ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കുക. ആ 5 അപ്പവും 2 മീനും കൊടുത്ത് ഉള്ളത് കൊടുക്കുമ്പോൾ കർത്താവ് അതിനെ ഒരു വിത്തായി കണക്കാക്കി ഭയങ്കരമായി നമ്മെ അനുഗ്രഹിച്ചെന്നിരിക്കും. അപ്പോൾ ഒരു ചുവടെടുക്കുക, ഇന്ന് ഒരു ചുവടെടുക്കുക. ഈ ഫെയ്ത്ത് ആക്ഷനായി മാറുമ്പോൾ സ്വർഗം പ്രതികരിക്കാൻ തുടങ്ങും, അല്ലേ? വിശ്വാസം പ്രവൃത്തിയായി കൺവേർട്ട് ചെയ്യപ്പെടുമ്പോൾ സ്വർഗം പ്രതികരിച്ചിരിക്കും. ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. കഴിഞ്ഞിട്ട് കർത്താവേ, ഇന്ന് വിശ്വസിക്കുന്ന എല്ലാവരും പ്രവൃത്തിയിലേക്ക് കടക്കാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കും. കർത്താവ് ഒരു അത്ഭുതം ചെയ്യുന്നതിനായി നന്ദി, ബ്ലസ് ചെയ്യുന്നതിനായി നന്ദി പറയും. താങ്ക് യു ജീസസ്. എല്ലാവരും കർത്താവ് പോലെ തൊടുന്നതിനായി നന്ദി, ബ്ലസ് ചെയ്യുന്നതിനായി നന്ദി. രോഗികൾക്കായി നീറ്റാമോ? രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലീഡിങ് ഇഷ്യൂ ഉള്ള സഹോദരിമാരാരെങ്കിലും, നിൽക്കാത്ത ബ്ലീഡിങ്, യേശുവിൻ്റെ നാമത്തിൽ അത് സ്റ്റോപ്പാകട്ടെ. അലർജികൾ മാറട്ടെ. ഗ്ലാൻഡുകളിലുള്ള വീക്കം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. ജോയിൻറ്റ് പെയിൻ സൗഖ്യമാകട്ടെ. അതുപോലെ ക്യാൻസർ സൗഖ്യമാകട്ടെ. വലിയ വിടുതലുകൾ കർത്താവേ, കൈനീട്ടുമ്പോൾ നിങ്ങളുടെ ആവശ്യം ഇപ്പോൾ പറയുക. ഞാൻ അവരോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നീ ഒരു അത്ഭുതം ചെയ്തതിനായി നന്ദി. ഇൻ ജീസസ് നെയിം, ആമേൻ. സോ ഗോഡ് ബ്ലെസ് യു. എല്ലാവർക്കും ഇതിൻ്റെ ലിങ്കുകൾ അയച്ചു കൊടുക്കണേ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ. എന്നെ പേർ ചൊല്ലി വിളിച്ചതും എൻ നന്മയ്ക്കായി, എന്നെ മാന്യനായി തീർത്തതും എൻ നന്മയ്ക്കായി. തോൽവികളും ജയങ്ങളും എൻ നന്മയ്ക്കായി, എന്നെ മാന്യനായി തീർത്തതും എൻ നന്മയ്ക്കായി. എന്നെ പേർ ചൊല്ലി വിളിച്ചതും എൻ നന്മയ്ക്കായി, എന്നെ മാന്യനായി തീർത്തതും എൻ നന്മയ്ക്കായി. തോൽവികളും ജയങ്ങളും എൻ നന്മയ്ക്കായി. ഞാൻ നിന്ദ്യനായി തീർന്നതും എൻ നന്മയ്ക്കായി. എല്ലാ ഉയർച്ചയിലും എല്ലാ താഴ്ചയിലും നിൻ സാന്നിധ്യമെന്നെന്നും തുണയായി. എല്ലാ ഉയർച്ചയിലും എല്ലാ താഴ്ചയിലും നിൻ സാന്നിധ്യമെന്നെന്നും തുണയായി. എല്ലാം നന്മയ്ക്കായി, എല്ലാം നന്മയ്ക്കായി, സർവം നന്മയ്ക്കായി, എൻ്റെ നന്മയ്ക്കായി. എല്ലാം നന്മയ്ക്കായി, എൻ്റെ നന്മയ്ക്കായി, സർവം നന്മയ്ക്കായി, എൻ്റെ നന്മയ്ക്കായി. മഹോന്നതം മഹോന്നതം തിരുനിമിത്തം അതിശ്രേഷ്ഠം. തിരഞ്ഞെടുപ്പോം അവർ നറിയ. എല്ലാം നന്മ